അറിയണോ? മോൻ അറിയണത് ഓണം എങ്ങനെയാന്ന് അറിയണോ? ഓണം എന്ന് പറഞ്ഞാല് പണ്ട് മഹാബലി എന്ന് പറയുന്ന ഒരാള് നാട് ഭരിച്ചിരുന്നു. നാട് വാണിടുന്നു എന്നാ പറയാ കേട്ടോ. മഹാബലി നാട് വാണിരുന്നു. അന്ന് നമ്മൾ പറയാ പാട്ടുണ്ട്, അതിൻ്റെ ഒരു പാട്ടുണ്ട്. എന്തെന്നാ? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് വരി പാട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് പാടുന്നില്ല. വലുതാകുമ്പോൾ അതിനെപ്പറ്റി പാടത്തില്ല. കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇപ്പോൾ ഈ ഇതറിഞ്ഞാൽ മതി. അന്ന് കള്ളത്തരയില്ല, കാവട്ടിയില്ല, ചതിയില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ ജീവിതത്തിൽ. വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ആ കാലം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഇനി ഒരു കാലം വരുവാ, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ട്. അതുപോലെ വന്നാൽ എന്തായി? നമുക്ക് എല്ലാവരും ഒരുപോലെ ആയാല് വീടിന് പൂട്ട് താക്കോല് വേണ്ട, പൂട്ട് വേണ്ട, കോടതി വേണ്ട, ജഡ്ജി വേണ്ട, വിധി വേണ്ട, വക്കീൽ വേണ്ട, ഒന്നും വേണ്ട. അല്ലേ? എല്ലാവരും ഒരുപോലെയാണ്. നമുക്ക് ആരെയും പേടിക്കണ്ടല്ലോ. നമ്മളിങ്ങനെ പേടിക്കുന്നത് കൊണ്ടും കാപട്യം ചെയ്യുന്നതുകൊണ്ടും കൊല നടത്തുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്. അതൊന്നും വേണ്ട വരില്ല എങ്ങനെയാകുമോ അല്ലേ? അതാണ് ഈ ഓണക്കാലത്തിന്റെ പ്രത്യേകത. അതിനാണ് നമ്മൾ സദ്യയൊക്കെ ഒരുക്കി എല്ലാവരും ഒരുപോലെയായി തീരാനാണ് ഓണം ഉണ്ണണം എന്നാ. കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നാ. നമുക്ക് പൈസ ഇല്ലെങ്കിലും ആ ഓണം കൊണ്ടാടണം. എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരുപോലെ. അന്നത്തെ ദിവസം എല്ലാവരും ഒരുപോലെയാണ്. അതാണ് ഈ ഓണം എന്ന് പറയുന്നത്. ചെറിയ ചുരുക്കത്തിൽ ഇതാണ്. ഇത് മനസ്സിലാക്കിയാൽ മതിയാ. ഇനി വലുതാവുമ്പോൾ പോലെ അതിനെപ്പറ്റി നല്ലോണം മനസ്സിലാവും. പോരെ? ഇപ്പൊ ഇത്ര പോരാ? ഓക്കെ, റെഡി? എല്ലാവരും ആഗ്രഹിക്കുന്നില്ല അതുപോലെ. എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആഗ്രഹിക്കുന്നു ഇതുപോലെ വരാൻ. അതാണ് ഓണം കേട്ടോ. അതാണ് ഓണം കൊണ്ടാടുന്നത്. ഓക്കെ, ശരി.